Hello friends, today we are going to discuss about the topic digits and numbers. Okay, സോ നമ്മൾ ഇത് മാത്സിലെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും മാത്സിലെ ടോപ്പിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൽ നമ്മൾ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇതിൽ മെയിനായിട്ട് മാർക്ക് ചെയ്തിരിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ആൾജിബ്രിക് ഫോം ഓഫ് 2 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ആൾജിബ്രിക് ഫോം ഓഫ് 2 ഡിജിറ്റ് നമ്പർ അതെന്താണ്? 10n അഥവാ 10+n ആണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ n കൊണ്ടിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് 0 to 9 ആണ്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 9 വരെ ആണ്. 0 മുതലാണ് കേട്ടോ. ഇനി 1 to 9 വരെ വരുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. ഇനി ഇതാ നോക്കിക്കോ, ഇനി ഇതാണ് ഈ ഒരു ടേബിളാണ്. സോ 1 × 10 + n എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്നത് 10, 20, 30, 40 അങ്ങനെ വരുന്നതാണ്. സോ ഇതാ നോക്കിക്കോ, 10 + 0 ആണ് 10. ഓക്കെ, ഇനി ഇതാ നോക്കിക്കോ, 1 × 10 + n = 10. അങ്ങനെ 11, 12, 13, 14, 15, 16, 17 അങ്ങനെ 19 വരെ. അതേപോലെ തന്നെ എന്താ നോക്കിക്കോ, 2 × 10 + n ആണ് 20. അങ്ങനെ 20 to 29 വരെ. ഇനി ഇതാ 3 × 10 + n ആണ്, അത് 30 to 39 വരെ. 4 × 10 അങ്ങനെ 40 to 49, 50 to 59, 60 to 69 അങ്ങനെ 99 വരെയുള്ള ഇതാണ്. ഇനി നമുക്കിതാ പ്രോബ്ലം നോക്കാം. ആഡ് എനി 2 ഡിജിറ്റ് നമ്പർ and the number got by reversing the digit. Explain using algebra why all such sums are multiples of 11. Okay, why all such sums are multiples of 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എടുത്തതിന് രണ്ടെന്ന് മീൻസ് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ആൽജിബ്ര യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 56 ആണ്. ഓക്കെ, 56 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ വരിക? 10 × 5 അങ്ങനെ 10 × 5 പ്ലസ് 10 × 5 പ്ലസ് 6 × 1 എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ 10 × 5 പ്ലസ് 6 × 1 എന്ന് വരും. അപ്പോൾ 6 വൺസിൻ്റെ ഭാഗത്തും 5 ടെൻസിൻ്റെ ഭാഗത്തും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത് അല്ലേ? ഇനി ഇതിനെയൊക്കെ റിവേഴ്സ് ചെയ്തിടുമ്പോൾ എങ്ങനെയാണ് വരിക? 65 എന്ന് വരില്ലേ? ഈ ഒരു 56നെ തിരിച്ചിടുമ്പോൾ നമുക്ക് 65 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ 65നെ പിരിച്ചെഴുതുമ്പോൾ 6 × 10 + 5 × 1 എന്ന് വരും. അതായത് 6 5ൻ്റെ അവിടെയും പോയി, 5 6ൻ്റെ അവിടെയും വന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇനി ഞാൻ നോക്കിക്കോ, ആൽജിബ്ര യൂസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. ആൽജിബ്രിക് ഫോം ഓഫ് റിവേഴ്സിങ് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞില്ല അല്ലേ? ഈ ആൽജിബ്രിക് ഫോം ഓഫ് റിവേഴ്സിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 65ൻ്റെ ആൽജിബ്രിക് ഫോമാണ്. അതായത് നമ്മൾ റിവേഴ്സ് ചെയ്തിടുമ്പോൾ ഉള്ള ആൽജിബ്രിക് ഫോമാണ്. 10m + n ആണ് നമ്മുടെ ഈ ഒരു ആൽജിബ്രിക് ഫോം ഓഫ് റിവേഴ്സിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 10m + n. ഇനി ഇതിനെ റിവേഴ്സ് ചെയ്തിടുമ്പോൾ എങ്ങനെയാണ് വരിക? അപ്പോൾ നമ്മൾ എം എന്ന് ഉദ്ദേശിക്കുന്നത് 1 to 9 ആണ്, n 0 to 9ഉം m 1 to 9ഉം ആണ്. ഇനി നോക്കിക്കോ, ഇതിനെ തിരിച്ചിടുമ്പോൾ 10m + n പ്ലസ്, ഇനി നമ്മൾ ഈ 10m + n തിരിച്ചിടണം. അപ്പോൾ എങ്ങനെ വരും? 10n + m എന്ന് വരും. ഓക്കെ, അങ്ങനെ കൂട്ടുമ്പോൾ നമ്മളെങ്ങനെ എഴുതാം?
11 എന്താണ് 11m പ്ലസ് എന്ത് വരും 11n എന്ന് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 11 ബ്രാക്കറ്റിൽ m പ്ലസ് n അല്ലേ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.